നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് ആന്റി ഇല്ലാതെ പറ്റില്ല. വേണമെങ്കിൽ അച്ഛനോടും അമ്മയോടും വേറെ വീട്ടിലേക്ക് മാറാൻ പറയാം. അപ്പൊ സുനിലോ, അവനെ പിടിച്ച് പുറത്താക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ വീണ്ടും പോലീസും കോടതിയൊക്കെ കയറി നാറണ്ടെന്ന് കരുതിയിട്ട. ഇപ്പൊ തന്നെ പലരും മണം പിടിച്ച് നടക്കുന്നുണ്ട് ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്നറിയാൻ. ഈ വീട്ടിൽ ഒരു പ്രശ്നമില്ലെന്ന് ബോർഡ് വെക്കേണ്ട അവസ്ഥയായിപ്പോ. ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള വിവരം നിന്റെ അമ്മക്കില്ല മോനെ. ഇവൾക്ക് എപ്പോഴും ഇവളുടെ ഭാവം മാത്രം ശരിയായിരിക്കണം. മാനസ, അച്ഛൻ പറഞ്ഞ നീ ഒന്ന് ഗൗരവമായിട്ട് ചിന്തിക്ക്. അതല്ല, നിനക്ക് ഇവിടെ നിന്ന് പോവാൻ പറ്റില്ലെങ്കിൽ ആ സുനിലെങ്കിലും എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒഴിവാക്ക്. അവന്റെ മുഖം കാണാൻ എനിക്ക് ദേഷ്യം വരിക. അവന്റെ ചില നേരത്തെ പെർഫോമൻസ് കണ്ടാ തോന്നും ബാക്കിയുള്ളവരൊക്കെ വെറും മണ്ടന്മാരാണെന്ന്. ഇതൊക്കെ ഞാനിവിടെ കാണുന്നതാ. ആദ്യം അവൻ ഹാളിൽ തന്നെയായിരുന്നു. ഇപ്പൊ നിന്റെ ബെഡ്റൂമിൽ അവന് സ്വാതന്ത്ര്യമായി. ഇതൊക്കെ കാണുന്ന മറ്റുള്ളവരും മനുഷ്യരാണെന്ന് മോൾക്കും അവനും ബോധം വേണം. അറിയാം അങ്കിൾ, ഞാനൊന്നിനെ എതിർത്ത് പറയുന്നില്ല. എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളും എനിക്ക് തിരിച്ചടിയെ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് സുനിലിനോട് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഇതിലവൻ എന്താ തീരുമാനിക്കുന്നതെന്ന് നോക്കട്ടെ. അവൻ എന്നോട് സ്നേഹമാണോ പകയാണോ എന്ന് ഇതിന് ഞാൻ മനസ്സിലാക്കിക്കോളാം. താൻ എന്ത് പറയാൻ പോകുന്നു? അതോടെ പറയൂ, അല്ലാതെ വെറുതെ അബദ്ധമൊന്നും പറയാതെ. ആദ്യം ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൻ ഇവിടുന്ന് പൊയ്ക്കോളൂ. ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇപ്പൊ അവൾക്ക് കാര്യത്തിന് ഗൗരവം മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നിന്റെ ഏട്ടത്തി ഇവിടുന്ന് പോകാൻ പോണില്ല. നിന്നോട്ടേച്ച ഉടമസ്ഥനെ കടിച്ച രണ്ട് നായ്ക്കളായിട്ട് ഞാനിപ്പോ അവരെ കാണുന്നുള്ളൂ. അതുകൊണ്ടല്ലേ രണ്ടിന്റെ മുന്നിൽ ഞാനിപ്പോ സംയമനം പാലിക്കുന്നത്. കേട്ടല്ലോ, ഇപ്പൊ മനസ്സിലായോ അജയനും പ്രസീതയ്ക്കും സൂര്യ ഈ വീട്ടിൽ കൊടുക്കുന്ന സ്ഥാനം എന്താന്നുള്ളത്? ഇതിനൊന്നും മറുപടി പറയാൻ അമ്മയ്ക്കാവില്ലച്ച. കാരണം അമ്മയ്ക്കറിയാം ക്ഷമിക്കുന്നതിന് സഹിക്കുന്നതിനൊക്കെ പരിധികളുണ്ടെന്ന്. നമ്മുടെ കുടുംബ പ്രശ്നം ഒരിക്കലും തീരാൻ പോണില്ല ജയ. അതിങ്ങനെ ദിക്ക് മാറി പോയിക്കൊണ്ടിരിക്കും. അവസാനം എന്താണെന്ന് ദൈവത്തിന് പോലും അറിയില്ല. ശരി സുനിലേട്ടാ, എന്തോ എന്താ വിളിച്ചേ? എടി മോളെ, നിന്റെ ഭാവാഭിനയം കണ്ട ഉർവശി ചേച്ചി പോലും തോറ്റു പോവുമല്ലോ. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? അല്ല, നിന്റെ ഈ മധുരമുള്ള വിളി കേട്ടപ്പോ ഞാൻ എന്നെ തന്നെ ഒരു നിമിഷം മറന്നുപോയി മനസ്സ. എന്ത് പറ്റി? ഒരു പതിവില്ലാത്തൊരു സ്നേഹം. സുനിലേട്ടാ, നമ്മൾ തമ്മിലുള്ള റിലേഷനൊന്നും ഞാൻ മറന്നിട്ടില്ല. മരണം വരെ ഞാനതൊന്നും മറക്കേയില്ല. മറക്കാൻ പറ്റില്ലല്ലോ, അതിന്റെ തെളിവല്ലേ നമ്മുടെ കുഞ്ഞ്.
എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഞാനിപ്പോ എന്ത് പറഞ്ഞാലും സുനിലേട്ടൻ വിശ്വസിക്കില്ല. ആര് പറഞ്ഞു? എന്റെ മനസ്സ് കൂട്ടി പറഞ്ഞ പിന്നെ ഞാൻ വിശ്വസിക്കാതിരിക്കൂ? എങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യോ? ധൈര്യമായിട്ട് പറഞ്ഞു. താൻ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ ഞാൻ ചെയ്തിരിക്കും. ആഹാ. പോരട്ടെ പോരട്ടെ, ഇന്ന് തന്നെ രണ്ടിനെ ഞാൻ ശരിയാക്കി തരാം. പറമോടൂ, എന്താ ഞാൻ ചെയ്യേണ്ടത്? സുനിലേട്ടൻ ഇവിടുന്ന് പോണം. ഇവിടെ നിന്ന് പോയാലും നമുക്ക് തമ്മിൽ കാണാലോ. പിന്നെന്താ? എടി ഭയങ്കരി. ഞാൻ ഇവിടുന്ന് പോയാ തന്റെ പ്രശ്നങ്ങളൊക്കെ തീരുവോ? എന്റെ പ്രശ്നങ്ങൾ തീരണമെങ്കിൽ ഞാൻ മരിക്കണം. ആ, എന്നാ പിന്നെ ഞാൻ പോകുന്നില്ല. തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനല്ലേ ഞാൻ ഇവിടെ വന്നത്. ചേടാ, പറഞ്ഞത് അബദ്ധമായല്ലോ. താനെന്താ ആലോചിക്കുന്നത്? ഞാൻ പറഞ്ഞതിലും വല്ല തെറ്റുണ്ടോ? എന്റെ പ്രശ്നം സുനിലേട്ടൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നതാ. ഈ ഒരു കാരണത്തിന്റെ പേരില് എല്ലാരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് സുനിലേട്ടൻ അറിയാലോ. ഞാൻ നോക്കിയിട്ട് ഇനി ഒരു വഴിയെ കാണുന്നുള്ളൂ. സുനിലേട്ട പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. സൂം ചെയ്തെടുക്കട്ടെ. സോറി മനസ്സ, നിന്നെ പിരിഞ്ഞു നിൽക്കാൻ ഞാൻ തയ്യാറല്ല. അതിനുവേണ്ടി നീ എന്നെ നിർബന്ധിക്കുകയും വേണ്ട. നീ എവിടെയാണോ അതാണ് ഇനി എന്റെ ലോകം. അയ്യടാ പാവം. അപ്പൊ ഞാൻ പറഞ്ഞ സുനിലേട്ടൻ കേക്കില്ലെന്നാണോ? ഇക്കാര്യത്തിൽ ഞാൻ തോറ്റു തരില്ല മാനസ. അങ്ങനെ ഇപ്പൊ നമ്മൾ രണ്ടിടത്ത് കഴിയണ്ട. എന്നാ പിന്നെ ഞാൻ ഇനി ഒരു വഴി കണ്ടിട്ടുണ്ട്. എന്ത് വഴി? എല്ലാവരുടെ ഇടയിൽ കിടന്ന് വീർപ്പ് മുട്ടാതെ ഞാൻ ഈ ഭൂമിയിൽ തന്നെ അങ്ങ് പോയേക്കാം. അയ്യോ എന്റെ പൊന്നെ, താൻ ഇതുപോലത്തെ വാക്കുകളൊന്നും പറഞ്ഞേക്കല്ലേ. അത് നമ്മുടെ കുഞ്ഞു കേക്കും. തൽക്കാലം എങ്ങനെയെങ്കിലും ഇവനെ ഇവിടുന്ന് ക്ഷമയോടെ പറഞ്ഞു വിട്ടേ പറ്റൂ. നമ്മൾ ചില നേരത്ത് പറയുന്ന വാക്കുകള് അറം പറ്റിയതുപോലെ ആയിത്തീരും. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇങ്ങനെ ജീവിക്കുന്നതിലും നല്ലത് അത് തന്നെയാ. സുനിലേട്ടാ, എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. അങ്ങനെയെങ്കിൽ തന്റെ തീരുമാനം തന്നെ നടക്കട്ടെ മനസ്സാ. തന്നെ എനിക്ക് നഷ്ടപ്പെട്ട ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അത് മഹാപാപം. പിന്നെ ഞാൻ എന്നേക്കുമായി വനവാസത്തിന് പോകും. ഓഹോ, തൽക്കാലം ഇത്രയും മതി മോളെ നിന്റെ കള്ളക്കളി പൊളിക്കാൻ. വീണ്ടും കാഷായ വസ്ത്രം ധരിക്കാനാണ് വിധിയെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമാവാനാണോ ഒരു മഹർഷിയായി മാറാനാണോ എന്റെ വിധിയെന്ന് ദൈവം തന്നെ തീരുമാനിക്കട്ടെ. സോറി, എന്റെ മാനസ് തന്നെ തീരുമാനിക്കട്ടെ. ശംഭോ മഹാദേവ.